പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ അനിശ്ചിതമായി നീളാൻ സാധ്യത. വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ ഹോർമുസ് ഉപരോധം വൻ വിജയമാണെന്നും വൈറ്റ് ഹൗസ് അവകാശപ്പെട്ടു. അതേസമയം ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടും US ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഇതിനിടയിൽ ഇറാൻ 2 കപ്പലുകൾ ഹോർമുസിൽ IRGC ആക്രമിച്ച് പിടിച്ചെടുത്ത് അമേരിക്കയെ വെട്ടിലാക്കിയിട്ടുണ്ട്. ലെബനിലും സംഘർഷം മുറുകുകയാണ്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, വെള്ളിയാഴ്ച ചർച്ച നടക്കുമെന്നൊക്കെ ട്രംപ് പ്രസ്താവിക്കുന്നുണ്ട്, പക്ഷേ അതിൽ യാതൊരു സൂചനകളുമില്ല. ഇറാൻ പറയുന്നത് ട്രംപ് വീണ്ടും കള്ളം പറയുകയാണ് എന്നാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കാര്യങ്ങൾക്ക് ഒരു പുരോഗതിയുമില്ലല്ലോ, ഈ പരസ്പരമുള്ള ആരോപണങ്ങൾ മൂർച്ഛിക്കുന്നതല്ലാതെ. രഞ്ജിത്ത്, നിലവിൽ ചർച്ചകൾ എന്നാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനകളും നമുക്ക് ലഭിക്കുന്നില്ല. ഇത് അനിശ്ചിതമായി ഇങ്ങനെ നീളാൻ തന്നെയാണ് സാധ്യത. ഇതിലൊരു കുരുക്കായി ഇറാനുമേൽ അമേരിക്കയുടേതായി ഉള്ളത് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം മാത്രമാണ്. ഈ ഉപരോധത്തിലൂടെ അമേരിക്ക വൻ വിജയം നേടുന്നു എന്നാണ് വൈറ്റ് ഹൗസിന്റെ ഒരു വാദമെന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഇറാനിയൻ മാധ്യമങ്ങളെല്ലാം ഈ ഉപരോധത്തെ വ്യാപകമായി കളിയാക്കുന്ന രീതിയിലായിരുന്നു വാർത്തകൾ നൽകിയത്. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന പ്രകാരം അമേരിക്കൻ ഉപരോധം ഉണ്ടായിട്ട് പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 31 ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഇന്നലെ IRGC 2 കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ കപ്പലുകൾക്ക് അമേരിക്കൻ ഇസ്രായേൽ ബന്ധമുള്ളതായിട്ടാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഇതിനിടെ ഇറാൻ തങ്ങളുടെ മറ്റ് ഉപാധികളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും എല്ലാം പ്രസ്താവിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തങ്ങൾക്ക് താല്പര്യം. എന്നാൽ ഈ ഉപരോധവും ഭീഷണിയും അത് നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തെ വെട്ടിലാക്കും എന്ന് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അവകാശങ്ങളും അതുപോലെ ഉപാധികളും അംഗീകരിക്കാതെ യാതൊരുവിധ ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസിലുള്ള ഈ ഹോർമുസ് പൂർണ്ണമായി തുറക്കില്ല എന്നുമാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കുന്നത്. ഈ അമേരിക്കൻ ഉപരോധം അത് എന്നുവരെ നീളുമെന്നും നിലവിൽ US വ്യക്തമാക്കിയിട്ടില്ല. US സെൻട്രൽ കമാൻഡ് നിലവിൽ പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം 31 ഇറാനിയൻ കപ്പലുകളെ നിലവിൽ വഴിതിരിച്ചു വിട്ടു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തുവിട്ടിട്ടുള്ള ഒരു പ്രസ്താവന. ഇതിനിടെ ലെബനിലും സംഘർഷം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സംഘർഷം നടന്നത്. ഇതിൽ 5 പേരാണ് തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഒരു മാധ്യമപ്രവർത്തകയും മരിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഈ വാർത്തകളിലേക്ക് വരണം.